സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നീ പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഫ്രീഡം ഓഫ് റിലീജിയൻ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ള പേരിൽ കൊണ്ടുവന്ന ചില നിയമങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞു? എന്താണ് അതിന്റെ ആദ്യം എന്താണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്പർ 1, ഒരാളിന് മതം മാറണമെങ്കിൽ ആദ്യം ഗവൺമെന്റിനെ അറിയിക്കണം. ചിലപ്പോൾ പബ്ലിക്കായി ഡീറ്റെയിൽസ് വേണ്ടിവരും. പിന്നെ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താൽ ഞാൻ തെറ്റായിട്ട് മാറിയതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ ആൾ മാത്രമാണ്. ഇതിലെ വലിയൊരു ട്രാപ്പ് എന്താണെന്നും നമുക്ക് നോക്കാം. അതായത് ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ, ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ വ്രതമുണ്ട്. എന്നെ കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്തുപെരുകും. ഒരു മനുഷ്യന്റെ വിശ്വാസം അവന്റെ മനസ്സിലുള്ളത് അത് മറ്റൊരാൾക്ക് എങ്ങനെ മെഷർ ചെയ്യാം? വിശ്വാസം എന്നുള്ളത് അത് പേഴ്സണൽ അല്ലേ? അതിന്റെ പ്രൂവ് ചെയ്യാൻ പറയുന്നത് ലോജിക്കലി പോസിബിൾ ആണ്. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ബലപ്രയോഗം വഴിയോ ഫ്രോഡ് ഉപയോഗിച്ചോ കൺവേർഷൻ നടക്കുന്നത് അത് തടയണം, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് താഴോട്ട് ചിന്തിച്ചാൽ എല്ലാത്തിനും ഒരു കൂൾ മൂഡ്. ഇത് തികച്ചും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു ലോ ആണ്. അതിനാൽ തന്നെ ഈ ഒരു നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസസ് പെൻഡിംഗ് ആണ്. ഫൈനൽ ഡിസിഷൻ ഇനിയും വന്നിട്ടില്ല. പക്ഷേ അതുവരെ ഇത്തരം നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ടെൻഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. സോ ഗൈസ്, ഇത് ശരിക്കും ഫ്രീഡം പ്രൊട്ടക്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ സ്ലോലി അത് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഇതുപോലുള്ള നിയമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയാൽ എന്തായിരിക്കും നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ? കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ എന്തുകൊണ്ട് കലാപം നടക്കുന്നില്ല? കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുള്ളത്